വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ ഒരു ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് വെച്ചിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. എന്തായാലും ഇത് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നമുക്ക് കഴിക്കാം. 2 കോഴിമുട്ടയുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പഴം ഒന്ന് പീസാക്കി എടുക്കാം. ഈ ബ്രെഡ് ഒന്ന് ഇതേമാതിരി കട്ട് ചെയ്ത് വെക്കാം. ബ്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ പഴം നമുക്ക് പീസാക്കി എടുക്കാം. ചെറിയ ചെറിയ പീസാക്കി എടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മളെ ഇത് നേന്ത്രപ്പഴം മറ്റേ പഴം ആയാലും മതി കേട്ടോ. സാധാരണ പൂവമ്പഴം പോലത്തെ പഴം എന്തായാലും ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ മുട്ട പൊട്ടിച്ച് വയ്ക്കാം. കുറച്ച് ഉപ്പ് കൊടുക്കാം. പഞ്ചസാര വേണമെങ്കിൽ ഒഴിച്ചെടുത്താൽ മതി. വേണമെങ്കിൽ ഇതിലൊരു ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒഴിച്ചിട്ടില്ല. നമ്മൾ ജാസ്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. അന്നേരം മുട്ട കുറച്ച് കുറച്ചാൽ മതി. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് പശു നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കട്ട് ചെയ്ത ബ്രെഡ് ഈ പഴം ഇതിലേക്ക് വെച്ചെടുക്കാം. കുറേശ്ശെ വെച്ചെടുത്താൽ നമുക്ക് ഈ അരച്ച് വെച്ച കോഴിമുട്ട ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കുക. കുറച്ച് വെച്ച് നമുക്ക് ഇതിനുകൊണ്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇത് വെന്ത് നമുക്കിതൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. ഇത് അടർന്നു പോയൊന്നുമില്ല കേട്ടോ. ഇതേപോലെ തിരിച്ച് വെച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചീസും വെക്കാം. അപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുണ്ടാവും ചീസ് വെച്ചാൽ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക. ഇതും കൂടെ മുരിയട്ടെ. ആ സൈഡും നന്നായി മുരിഞ്ഞ് വന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചീസ് വെച്ചിട്ടുള്ളത് നോക്കാം. അതിന് പറഞ്ഞ മാതിരി തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ചീസ് വെച്ചിട്ടുണ്ടാക്കാം. അതുപോലെ ബ്രെഡ് ഇതിലേക്ക് വെച്ച് വെക്കുക. ഇതിലേക്ക് പഴം വെച്ച് കൊടുക്കുക. അതുപോലെ കുറച്ച് ചീസ് വെച്ച് കൊടുത്താൽ മതി. മറ്റേ ചീസിൻ്റെ ഷീറ്റാണെങ്കിൽ അങ്ങനെ അങ്ങനെ തന്നെ വെച്ച് കൊടുത്താലും മതി. ഇത് പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ചീസ് ഉള്ളതുകൊണ്ട് ഞാനിത് വെച്ച് വെക്കുന്നേ ഉള്ളൂ. എന്നിട്ട്
കുറച്ച് മുട്ട ഒഴിച്ച് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. ഇനി ഇത് വേവട്ടെ. നമുക്കിത് തിരിച്ച് വെച്ച് കൊടുക്കാം. ഇനി ഈ വശം വെന്ത് വന്നോളൂ. നമുക്കിത് പാചകത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡോടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാക്കും. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ലൈക്ക് ചെയ്യും വേണം, ഷെയർ ചെയ്യും വേണം. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയും വേണം. ഓക്കെ. ഇതുപോലെ ഞാൻ ഇതിലൊന്നൊരു ടിൻ ഫിഷ് വെച്ചിട്ട് ടൂണ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ വെറും കോഴിമുട്ട ഒഴിച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എളുപ്പമുള്ളത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് നോക്കിയാൽ ഓക്കെ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.